പക്ഷേ ഒരു മാലിന്യം കിടന്നാൽ എന്തെങ്കിലും കയറി വന്നാലും ഒക്കെ അറിയാൻ പറ്റും. ചൂടത്ത് എങ്ങനെ ചൂടുവെള്ളം കുടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ പണി ചെയ്യണത്. അപ്പം ഇത്തവണത്തെ ഊഴം നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ ആൾക്കാരെ വേണ്ട രീതിയിൽ പെരുമാറണം. നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛന്മാർക്ക് കൊടുക്കാനായിട്ട് 4 കോഫി മഗ് കഴുകി വെച്ചു. പിന്നെ കുടിവെള്ളം കൊടുക്കാൻ 2 ഗ്ലാസും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പെരുന്നാൾപ്പടി എടുക്കണം ചവിട്ടികളാണ്. ചെമ്പരത്തി മാറ്റ് വന്നപ്പോൾ നല്ല അട്രാക്ഷൻ. ആ കളർ വന്നപ്പോഴത് ഞങ്ങൾ ഇങ്ങനെയായിരിക്കും സെർവ് ചെയ്യണേന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈ അറേഞ്ച്മെന്റുകളെല്ലാം അപ്പയാ. വാ പോരെ, ഇനി കുളിക്കാൻ പോവാ. അപ്പയാണ് ഫൈനൽ അറേഞ്ച്മെന്റ്. ആ ചേട്ടന്മാരിവിടെ കൊണ്ടുവന്നു. വാവ്. അവരുടെ മഹനീയ സാന്നിധ്യത്തിനും സഹകരണത്തിനും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം അങ്ങനെ പ്രെയർ മീറ്റിൻ്റെ തലേ ദിവസമായ ഏപ്രിൽ 25 ചെയറുകളെല്ലാം വന്നു കേട്ടോ. ഉച്ചയോടുകൂടിയാണ് വന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങൾ വെച്ചിരുന്നത്. കാരണം ഇനി തുടയ്ക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മ ദേ ചെറിയൊരു ഉച്ച മയക്കത്തിലാണ്. നിങ്ങളൊക്കെ പറഞ്ഞ കാരണം അമ്മ മയങ്ങുമ്പോൾ ഞാനൊന്നും സംസാരിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ ഫോൺ വെച്ചിട്ടുണ്ട്. എമർജൻസി കോൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനാണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല കേട്ടോ. നിങ്ങളൊക്കെ പറഞ്ഞില്ല അത് കാരണം. അപ്പോൾ ദേ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഏപ്രിൽ 26 രാവിലെ തൊട്ടിട്ടുള്ള കാഴ്ചകളാണ്. നമ്മുടെ ഡ്രോയിങ് റൂമിലാണ് എല്ലാവരുടെയും ആ ഒരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡ്രോയിങ് റൂം ഇത്തിരി വിശാലമാണല്ലോ. അപ്പോൾ ഒത്തിരി ആൾക്കാരെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സൊക്കെ ഒന്ന് നമ്മൾ മാറ്റിയിട്ട് വന്നിട്ടുള്ള ചെയറുകൾ ഇടാനായിട്ട് പോവാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് നിർത്തിയിട്ട് 1-2 ക്ലിപ്പിംഗ്സ് ഒക്കെ എടുക്കുന്നത് കേട്ടോ, നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പോയി അല്ലേ? ഇതെല്ലാം മാറ്റിയപ്പോൾ എന്താ എക്കോയാ അല്ലേ? വലിയ മുറിയല്ലേ. ഈ കസേര എവിടെയെങ്കിലും ഒതുക്കിയിടേണ്ടി വരും. ആം ചെയർ സ്പേസ് സിറ്റ് ഔട്ടിൽ കുറെ കസേര ഇടാം. അത് ആം ചെയർ മാറ്റണോ? ഞാൻ മുറ്റത്തേക്ക് വെക്കാം. വെയിലില്ലാത്ത തൽക്കാലം ഇപ്പൊ കസേര അടുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, അതിൻ്റെ അവിടെ അങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അല്ല പിന്നെ ആൾക്കാർ വന്ന മുറയ്ക്ക് മാറ്റിയാൽ മതി. മാവൻ ചോട്ടിട്ട് അവിടെ നല്ല എക്കോ ഇവിടെ. സാധനങ്ങൾ മാറിയിട്ട് പ്ലേറ്റർ പിന്നെ മാറ്റിക്കോളണം കേട്ടോ. അത് ഞാൻ മാറ്റിക്കോളാം. ഇനിയിപ്പോൾ എന്തായാലും അവിടെ ഇരിക്കാൻ പറ്റൂലല്ലോ. പറ്റൂല. രാവിലത്തെ പോയി കഴിച്ചോട്ടോ. ഈ കളറായതുകൊണ്ട് പെട്ടെന്ന് അറിയും. പക്ഷേ ഒരു മാലിന്യം കിടന്നാൽ എന്തെങ്കിലും കയറി വന്നാലും ഒക്കെ അറിയാൻ പറ്റും. വളരെ നല്ലതാണ് ഈ കളർ. ലൈറ്റ് കിട്ടും റൂമിന്. ലൈറ്റ് മാത്രമല്ല, എന്തെങ്കിലും ക്ഷുദ്രജീവികൾ കയറി അപ്പേ അറിയാൻ പറ്റും. ലൈറ്റിലും പ്രധാനം എനിക്ക് അതാ. ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം ഇതാ കേൾക്കണം, എന്തെല്ലാം വാർത്തകളാ വരുന്നത്. പേടിയല്ലേ ഓരോ ദിവസവും. അതെ, പണ്ടൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വാർത്തകൾ. നമ്മള് ചൂടും അല്ലേ, ചൂടത്താണ് ഇതൊക്കെ ഇറക്കണം. എന്നാലും ഇത്തവണ കണ്ടമാനം കൂടുതലാ വിഷം തൊടിയില്. ദൂരം പേരാ ഡെയിലി ഇല്ലേ, ഒത്തിരി പേർക്കുണ്ട് ഡെയിലി. ഫർണിച്ചർ എല്ലാം ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നല്ല സ്പേസാ. ഇതിന്റെ അളവ് അപ്പയ്ക്ക് അറിയാലോ. അപ്പൊ പറയാറുണ്ട് അളവ് കൂട്ടിയെടുത്തപ്പ സൈസ്. ഇതുപോലെ അവിടെയൊന്നും ഇല്ലല്ലോ? കുഴപ്പമില്ല. ഇല്ല, ഇവിടെയൊക്കെ നീറ്റാ. അല്ല, കുഞ്ഞോള് വെള്ളിയാഴ്ച ക്ലീൻ ആക്കി വെച്ച് പോയതാ. മച്ചായതുകൊണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. ഭംഗിയാ, മെയിൻ്റനൻസ്. ഞാൻ സ്റ്റാൻഡേ കയറി നിന്ന് ലാഡറയിൽ നിന്ന് തൂത്ത് കൊടുത്തു. പുള്ളിക്കാരത്തേക്ക് ചുമയുള്ളത് കൊണ്ട്. എന്നിട്ട് പുള്ളിക്കാരി താഴെയൊക്കെ ശരിയാക്കി, വീഴുന്നതെല്ലാം അടിച്ച് തുടച്ചു. പൊടിയടിക്കാൻ മേല അതിന്. പൊടിയടിച്ചാൽ അതിന് പാടില്ലാത്തല്ലേ. അത് കാരണം നമ്മളത് നോക്കണമല്ലോ. കുടിവെള്ളേ വേനലായതുകൊണ്ട് നമ്മൾ കുടിവെള്ളം തിളപ്പിച്ചേച്ച് അത് സ്വതവേ ഇരുന്നങ്ങ് തണുത്തോളും. തണുത്ത് കഴിഞ്ഞിട്ട് അത് ആവശ്യക്കാർ ഐസ് വെള്ളം ചിലപ്പോൾ ചോദിക്കൂല, ചുമ്മാ വെള്ളം ചോദിക്കും. കാര്യം 4 മീറ്റ് വെച്ചേക്കണമെങ്കിലും പെർമിറ്റ് തുടങ്ങണമെങ്കിലും 4 മുതൽ 6 വരെയാണ്. അപ്പം വെള്ളം ചോദിക്കുമ്പോൾ അന്നേരം പച്ചവെള്ളം കൊടുക്കരുത്. അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ്. അപ്പം അത് തണുത്തവിടെ ഇരുന്നോളും. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമുക്ക്. നേരത്തെ ശരിയാക്കി വെച്ചാൽ ചൂടാറി ഇരുന്നോളും. ചൂടത്ത് എങ്ങനെ ചൂടുവെള്ളം കുടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ പണി ചെയ്യണത്. നോക്കിയും കണ്ടും. കാര്യം കുഞ്ഞൊരു പ്രെയർ മീറ്റാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ആൾക്കാരെ വേണ്ട രീതിയിൽ പെരുമാറണം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അതാണ് ഇങ്ങനെ ഓരോ സംഗതി ചെയ്യണം. ഇന്ന് നമ്മൾ ഇവിടെ വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് അച്ഛനും ഒക്കെ വന്നിട്ടുള്ള പള്ളിയിൽ പ്രെയർ മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. സാധാരണ എല്ലാ മാസവും അവസാനത്തെ സൺഡേ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് പ്രെയർ മീറ്റ് നടത്താറുണ്ട്. അപ്പം ഇത്തവണത്തെ ഊഴം നമ്മുടെ വീട്ടിലാണ്. അപ്പം വൈകുന്നേരം
4 മുതൽ 6 വരെ അതിന്റെ ടൈം. എല്ലാ മാസവും ഉള്ളതാട്ടോ, മാസത്തിൽ ലാസ്റ്റ് സൺഡേ. അപ്പേ അതിന് ഇന്നലെ കസേര ഒക്കെ പറഞ്ഞ് എല്ലാരും വരുമ്പോ ഇരിക്കണ്ടേ, അപ്പൊ അതിനു വേണ്ടി ഡ്രോയിങ് റൂം സജ്ജീകരിച്ചു വെച്ചു. അത് ലാസ്റ്റ് പിന്നെ ഒന്ന് കാണാം, വിരിയൊക്കെ എടുത്ത് മാറ്റും, ടിപ്പോയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ കസേരകളെല്ലാം അപ്പം കൊണ്ടുവന്നത് തുടച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിയുമ്പോൾ അകത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കും. കാരണം ഡ്രോയിങ് റൂമിലും സിറ്റ് ഔട്ടിലുമായിട്ടാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ ഡൈനിങ് റൂമിലായിരിക്കും. ഡൈനിങ് റൂം നമുക്ക് കട്ടിങ് ഉണ്ട്, നമ്മുടെ പഴയ വീടല്ലേ, ഒറ്റ ഹോളല്ലല്ലോ. അപ്പൊ ഇവിടെ മാക്സിമം ഇരിക്കാവുന്നവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. പിന്നെ ഇറത്തും ഒരുപാട് പേര് ഇരിക്കാറുണ്ട്. 4 മുതൽ 6 വരെ ആയതുകൊണ്ട് ചൂടിനൊരു ചെറിയ ശമനം ഉണ്ടായിരിക്കും. പിന്നെ പിന്നാലെ ബാക്കി ഞാൻ ഒരു ചവിട്ടി എടുത്തതേ പുറത്ത് കഴുകി വെള്ളം സ്ലോപ്പിലിട്ട് വെള്ളം മാർത്തി ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്വല്പം സൈഡ് ഉണങ്ങാനുണ്ട്. അപ്പം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അകത്തേക്ക് കയറ്റിയിടാം. അതൊക്കെ പെരുന്നാൾപ്പടി എടുക്കണം ചവിട്ടികളാണ്. നമ്മുടെ ചെമ്പരത്തി ചവിട്ടിയോ? ചെമ്പരത്തി ചവിട്ടി വേണമെങ്കിൽ വെച്ചോ, ഷോയ്ക്ക് വേണ്ടി സെന്ററിൽ വെക്കാം. അല്ല അവിടെ പക്ഷെ കസേര കസേര ഇടും. എന്നാന്ന് വെച്ചാൽ ചെയ്തു ഔചിത്യം പോലെ. ഞാൻ വെള്ളം കുടിക്കാൻ അവിടെ ഗ്യാസിൽ ചൂടാക്കാൻ വെച്ചേക്കോ, അത് തിളച്ച് കഴിയുമ്പോൾ എനിക്ക് ഓഫ് ചെയ്യണം, തണക്കണം. അപ്പം അവിടെ ചെയർ തുടയ്ക്കണത് ഓരോന്ന് പറഞ്ഞ് നീ അകത്തേക്ക് കൊണ്ടുപോയി വെച്ചോ, അറേഞ്ച്മെന്റ് അപ്പം ചെയ്തോളൂ. ഓക്കെ, അറേഞ്ച്മെന്റ് അപ്പയുടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ല അത് നമ്മൾ ചെയ്താൽ ശരിയാവോ ഇല്ല. ഓക്കെ കേട്ടോ. വെള്ളം തിളച്ചു, ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് ഒഴിച്ചു വെക്കാം. ഇത് ഈ ചെരുവത്തിൽ ഞാൻ വെക്കണില്ല, കാരണം ചെരുവത്തിൽ കാപ്പി തിളപ്പിക്കണം. 2 വലിയ ചെരുവത്തിൽ കാപ്പി തിളപ്പിക്കണം. ഈ റൈസ് കുക്കറിന്റെ പണ്ട് നമ്മൾ മേടിച്ച് ചാക്സന്റെ റൈസ് കുക്കറിന്റെ കല കേട്ടോ ഇതാ, സ്റ്റീൽ കല. പിന്നെ ഒരു ഇറ്റാലിയൻ കലം ഉണ്ട്, നമ്മളത് ഉപയോഗിക്കാറില്ല. അത് ഞാൻ പുള്ളിക്കാരി വന്നപ്പോൾ കഴുകിച്ച് വൃത്തിയാക്കിച്ച് വെയിലും ഉണ്ട് ഉണക്കിച്ച് വെച്ചേക്കണതാ. ഇനി അവിടെ ഇരുന്ന് തണുത്തോളൂ. അത് ഇപ്പൊ കുഴപ്പമില്ല. ഇത് മാറ്റട്ടെ കേട്ടോ. ഇതിൽ കാപ്പി ഇടാനുള്ളതാ. 2 ചെരുവത്തിൽ കാപ്പി ഇടണം. അതിനുള്ള ചെരുവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിച്ച് വെച്ചു. ഇതേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കഴിയിച്ച്. അത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അച്ഛന്മാർ 2 പേരാണ് സാധാരണ വരാറ്. ഇനിയിപ്പോൾ വേറെ പ്രെയർ മീറ്റ്, വേറെ യൂണിറ്റിന്റെ പ്രെയർ മീറ്റ് ഉണ്ടെങ്കിൽ അച്ഛൻ ചിലപ്പോൾ ഒരച്ഛനായിരിക്കും, പിന്നെ ഒരച്ഛൻ വേറെ വീട്ടിലേക്ക് പോകും. നമുക്കറിയില്ല. ഏതായാലും ഞാൻ അച്ഛന്മാർക്ക് കൊടുക്കാനായിട്ട് 4 കോഫി മഗ് കഴുകി വെച്ചു. കഴുകി വെള്ളമൊക്കെ വാർത്തി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുടിവെള്ളം കൊടുക്കാൻ 2 ഗ്ലാസും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ വീട്ടിലും ചെയ്യണതാണ്. ഞങ്ങൾ ചെയ്യണ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഇതേ കാപ്പി തിളപ്പിക്കാനുള്ള ചെരുവങ്ങളെ, കാപ്പി തിളപ്പിച്ചു കഴിഞ്ഞാൽ ചെരുവത്തിൽ തന്നെ മൂടി വെക്കുക കേട്ടോ. കാരണം 3 മണിയാകുമ്പോഴത്തേക്കും കാപ്പി കൂട്ടി വെക്കും. കുറച്ച് വിത്തൗട്ടും എടുത്ത് വെക്കണം. 2 സ്റ്റീലിന്റെ കപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് കുടിവെള്ളത്തിനും കാപ്പി കൊടുക്കാനും. അത് ദീവാനയിൽ ഇരിക്കണം, വേണമെങ്കിൽ പടം എടുത്ത് വെച്ചോ. അപ്പൊ അതിലേക്ക് പകർത്താനായിട്ട് 2 മഗ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മഗ്ഗിൽ ചെരുവത്തിൽ നിന്ന് ഒഴിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അത് നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്തോളും. അതൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ പിള്ളേരെല്ലാരും കൂടെ കൂടി അങ്ങ് ചെയ്തോളും. അപ്പൊ സാധനങ്ങൾ സജ്ജീകരിച്ച് വെച്ചാൽ പിന്നെ അവർക്ക് എളുപ്പമല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, അവിടെ ഇരിക്കണേ ഇത് കാപ്പി കുടിക്കാൻ കട്ടൻ കാപ്പി ആട്ടോ കൊടുക്കണേ. അങ്ങനെയാണ് എല്ലാ വീടുകളിലും കൊടുക്കണത്. അതുകൊണ്ട് ഒരാൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. എല്ലാ വീട്ടിലും നടത്തണ പ്രയറല്ലേ ഇത്. അപ്പൊ അതിനാണ് 100 ഗ്ലാസ് അപ്പം എടുത്തത്, മാർജിൻ ഫ്രീ എന്നാ. മറ്റേ ഗ്ലാസ് 10-12 ഗ്ലാസ് ഇവിടെ ഇരുന്ന ഇച്ചിരി വലിയ ഗ്ലാസ് ആണ്. അത് കഴിഞ്ഞ കൊല്ലം കുടിവെള്ളത്തിന് മേടിച്ചാന്ന് തോന്നുന്നു, എന്തോ ചടങ്ങിന് മേടിച്ച് ഗ്ലാസ് ഇരിക്കുന്നത്. അപ്പൊ കുടിവെള്ളം ആവശ്യം വരുമല്ലോ. അപ്പൊ കുടിവെള്ളത്തിന് ആ ഗ്ലാസ് എടുത്തിട്ട് പോരായിക പിന്നെ വരുവാണെങ്കിൽ നമ്മുടെ സാധാരണ ചില്ല് ഗ്ലാസ് കൊടുക്കാം. അപ്പൊ കുഴപ്പമില്ല. 12 ആയിരിക്കൂല വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ നിന്ന് എടുക്കുക, എങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പൊ എല്ലാം കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കണതാ. ദേ ഈ 3 ട്രേ അവിടെ ഇരിക്കണില്ലേ, ആ 3 ട്രേയും ആ 2 അപ്പുറം ഇരിക്കണേ വേറെ ഉണ്ട് ചെറുത്. ഈ 2 ഇത് ഈ ട്രേകള്. ഈ ട്രേ ഒന്ന് ഞാൻ ഈ ട്രേ ഒഴിവാക്കണോ? നോക്കിയിട്ട് മതി. വേണ്ട, അത്രയും മതിയാവും. ആ ട്രേകളെല്ലാം ചായ എടുക്കാനാ. കുടിവെള്ളം ഞാൻ നമ്മളെന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളം ട്രേയിൽ കൊണ്ടുപോയി വിതരണം ഇല്ല. നമ്മുടെ ആൾക്കാർ തന്നെയല്ലേ പള്ളിയിൽ നിന്ന് വന്നെ. അപ്പൊ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും ജഗ്ഗില്. അപ്പൊ ഗ്ലാസ് കൂടെ വെച്ചേക്കും, അവരാവശ്യക്കാർ വന്നെടുത്ത് കുടിച്ചോളൂ. അത് സമയമാകുമ്പോഴേ സെറ്റ് ചെയ്യുള്ളൂ. കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതേ ട്രേയിൽ അവിടെയാണ് പഴം എടുത്ത് വെച്ചത്. അത് കസേരകളൊക്കെ ഇനിയും വേണ്ടി വരും, അതുകൊണ്ട് നമ്മുടെ കസേരയൊക്കെ ഇനി എടുത്ത് വെച്ചത്. അപ്പൊ ഈ പഴം അപ്പയുടെ അറേഞ്ച്മെന്റിൽ അപ്പ ആക്കിക്കോളും. ട്രേകളിൽ ആ പഴം വെച്ചേക്കണത് പൂവമ്പഴാണ്. അപ്പൊ കറക്റ്റ് പഴുപ്പനുസരിച്ച് വ്യാഴ അവരോട് പറഞ്ഞു, പുകച്ചു. വെള്ളി വൈകുന്നേരം എടുത്തോണ്ട് വന്നു. തൊണ്ട് നിറം മാറിയിട്ടുള്ളൂ. ശരിക്കും ഇച്ചിരി ചമർപ്പ് കഴിക്കാൻ
കഴിക്കാം. നാളത്തേക്കാണ് കറക്റ്റ് പഴുപ്പാവുള്ളൂ. എന്നാലും ഈ പാകത്തിന് കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ദേ താഴെ വേറെ ഇരിപ്പുണ്ട് പഴം. മുട്ട പഴം നോക്കേ, 70 പഴമൊക്കെയാന്ന് അപ്പ പറഞ്ഞ എന്നോട്. ഒരു കൊല ഇങ്ങനെ പറയുവേല. അപ്പൊ ചെയർസ് ഒക്കെ ഓരോന്നൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുകയാണേ. 23 പറഞ്ഞത്. അകത്ത് ഇപ്പൊ 23 അപ്പൊ എത്ര നമ്പർ കസേരയാണ് അകത്തിടേണ്ടത് എന്നതിനെ പറ്റിയിട്ട് അപ്പയ്ക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഒരെണ്ണം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. അപ്പൊ അതാണ് അപ്പൊ പ്രത്യേകം ആ കറക്റ്റ് നമ്പർ ഓഫ് ചെയർസ് ചോദിക്കുന്ന. അല്ല നമ്പർ കൂടി കഴിഞ്ഞാൽ നമുക്ക് കഞ്ചഷൻ വരുവേ. ഇവിടെ നല്ല കാറ്റാണല്ലോ, ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. അല്ല അകത്തിരിക്കണേക്കാളും ഭേദാ. ഏതാ ഓ നല്ല സുഖം ഇവിടെ വന്നപ്പോ. ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല ചൂടായിരിക്കുമെന്ന്. നല്ല സുഖ. ഇവിടെയാണോ അച്ഛന്മാരിരിക്കുന്ന സോഫയോട് ചേർന്നുള്ള ടീ പോയി കണ്ടല്ലോ, ആദ്യം ഈ പീച്ച് കളർ ടർക്കി ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇത് മതി. ഇതല്ലേ നല്ല ക്രിസ്മസ് ഷോപ്പിങ്ങിന് നമ്മൾ വാങ്ങിയത്. ഇതാണ് ഫൈനലി നമ്മള് ടീ പോയി സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്റെ ചെമ്പരത്തി മാറ്റ് ഇട്ടു, നല്ല അട്രാക്റ്റീവായി. അത് അവിടെ അച്ഛന്മാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റി അല്ലേ. ഇപ്പുറത്തുള്ള ആ കൊച്ചു ടീ പോയില്ലേ, അതിൽ അച്ഛന്മാരുടെ ബാഗ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ ഇട്ടിരിക്കുന്നത്. കണ്ണാടി എടുത്ത് മാറ്റൂ കേട്ടോ. ഈ ഇരിക്കുന്ന സാധനം പ്രേയർ മീറ്റിന്റെ പാട്ടുപുസ്തകം കേട്ടോ. അതെ അതെ അതെ. ഒരേ യൂണിറ്റിൽ നിന്ന് കഴിയുമ്പോൾ അടുത്ത യൂണിറ്റിലേക്ക് കൊണ്ടുപോകും. അല്ല അടുത്ത വീട്ടിലേക്ക്, യൂണിറ്റിലല്ല. അങ്ങനെ ഇതാണ് ഓൾ സെറ്റ്. അച്ഛന്മാർക്ക് ചവിട്ടാനായിട്ടുള്ള ചവിട്ടി മാറ്റതേ. ഇവിടെ 37 കസേരയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പുറത്ത് എട്ടണം നോക്കിക്കോ. പുറത്ത് ഇങ്ങനെ കയറ്റി അറേഞ്ച് ചെയ്തിട്ടില്ല. ഇതിവിടെ നമ്മള് കുറച്ച് കഴിയുമ്പോഴേക്കും അറേഞ്ച് ചെയ്യും. പിന്നെ ആ കോറിഡോറിലെ കാണിക്കേ, ഇവിടെ കുറച്ച് കസേര ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് കൂടുതലാണെങ്കിൽ ഇവിടെയൊക്കെ അവര് വന്നവർ തന്നെ അങ്ങ് ഇട്ടിരുന്നു. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ആൾക്കാർ കുറെ പേരല്ലാതെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഇതിലാ. അപ്പൊ അവരൊക്കെ എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണുമുറിയിലേക്ക് ആയിട്ടങ്ങിരുന്നു. നമുക്ക് നോക്കാം എന്തോരം പേരുണ്ടെന്നുള്ളത്. ചെമ്പരത്തി മാറ്റ് വന്നപ്പോ നല്ല അട്രാക്ഷൻ. ആ കളറ് വന്നപ്പോഴത്. ഇവിടെ ഒരു ഫാൻ വരും കേട്ടോ. ഫാൻ അപ്പൊ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. കിച്ചണിലെ ഫാനാ. എന്റെ ഫാൻ എടുത്തോണ്ട് പോന്നു. അതില് ചവിട്ടണ്ട കേട്ടോ, കാലില് ചെളി ഓർത്തില്ല. കാരണം ഇതിന്റെ ഭംഗി പോയാ അതിന്റെ ഇത് പോവും. ദേ ഇതിവിടെ വെച്ചേക്കാൻ തളിക. ഏത് പണമെപ്പുണ്ട് ലാസ്റ്റ്. അത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. പ്ലെയിൻ ഗ്ലാസ് ആണ്. പക്ഷെ ബ്ലൂ കട്ട് ലെൻസ് ഉള്ള ഗ്ലാസ്. കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ വെച്ചേക്കാട്ടോ. ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പോട്ടെ. കാപ്പിക്കുള്ള വെള്ളം തിളപ്പിക്കാൻ ഇട്ടേക്കുവാ അല്ലേ. മധുരം ഇട്ട് വെച്ചേക്കുവാ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അലുത്തി കയറുന്നുള്ളൂല്ലോ. ഇത് കുടിവെള്ളം അത്രയും മതിയാവും. ഒരു ട്രിപ്പ് കാപ്പിക്കുള്ളതാ. ഇനി ഒരു ചെരുവം കൂടെ തിളപ്പിക്കണം. ഒരു ചെരുവാൻ കട്ടൻ കാപ്പി റെഡിയായി. 30 ഗ്ലാസ് അത് ഞാൻ ഇന്നലെ എണ്ണിയായിരുന്നു. ഇത് 30 ഗ്ലാസ്, ഇത് 30 ഗ്ലാസ്, അങ്ങനെ 60 ഗ്ലാസ്. ഈ അളവാണ് എനിക്കൊന്ന് കാണേണ്ടത്. അമ്മ എങ്ങനെയാണ് ഇത് ചെയ്യണേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഞാനൊരു ഉദ്ദേശ അളവങ്ങ് ഇടണേ ഉള്ളൂ. ഇത് മതി എന്തായാലും. പിന്നെ നമുക്ക് നോക്കാലോ. ഇത് മതി. വെള്ളം ചൂടായി കഴിഞ്ഞപ്പോ ഒരു ഉദ്ദേശ പഞ്ചസാര ഞാനങ്ങ് ഇട്ടു. പിന്നെ വെള്ളം നന്നായിട്ട് തികന്നു കഴിയുമ്പോ അതറിയാലോ കാപ്പിക്ക് എങ്ങനെയാ തേക്കണ്ടേന്നുള്ളത് അറിയാലോ. അങ്ങനെ തികന്നു കഴിഞ്ഞപ്പോ പൊടി ഇട്ടു. ഇനി നമുക്ക് തേക്കണ്ട, ഓഫ് ചെയ്യാം. ഈ ഇൻസ്റ്റന്റ് പൊടിയാകുമ്പോ അങ്ങ് മെൽറ്റായി ചേർന്നോളൂ അപ്പൊ തന്നെ. അപ്പൊ മധുരം നോക്കണം. ഇനി മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം മധുരവും കൂടി ആഡ് ചെയ്തേക്കുക. ഇതിലും ഇത് രണ്ടും സെയിം അളവാ. 30 ഗ്ലാസ് വീതം കൊള്ളും. അത് മതി. കൂമ്പനി ഉണ്ടെങ്കിലാണ് 30 ഗ്ലാസ്. ഇതിപ്പോ കൂമ്പനി ഇല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം 60 ആവണമെന്നില്ല. നമുക്ക് കുറച്ച് വേണ്ടി വന്നാൽ പിന്നെ തിളപ്പിച്ചാൽ മതി കാപ്പി. പിന്നെ നമുക്ക് ഇച്ചിരി വിത്തൗട്ട് ഉണ്ടാക്കണം. അത് അന്നേരം ഉണ്ടാക്കാം കേട്ടോ. അടുക്കളയിൽ വെച്ചിരുന്ന ആ വലിയ ഫാനില്ലേ, അത് നമ്മൾ ഡ്രോയിങ് റൂമിലേക്ക് കൊണ്ടുപോയിട്ടോ. കാരണം നമുക്ക് പ്രെയർ മീറ്റിന് അവിടെ വെക്കണമല്ലോ. എല്ലാവരും വരുമ്പോൾ ആ 2 ഫാൻ ഉണ്ടെങ്കിലും പോരാ, ഒരെണ്ണം കൂടി വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കൊച്ചു ഫാൻ ഇവിടെ തൽക്കാലം വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനെ ക്ലിപ്പൊക്കെ ചെയ്ത് വെക്കാം.
ഇനി ഒരു പെഡസ്റ്റലും കൂടെ മേടിക്കാം. ഞാനിവിടെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഈ വേനലിന് അത്യാവശ്യം യൂസ്ഫുൾ ആയിരുന്നു. ഒരുപാടൊന്നും കാറ്റ് പ്രതീക്ഷിക്കരുത്, എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മറ്റേ ഫാനും കൂടെ ഇട്ടേച്ച് ഇതിടുമ്പോ അതെ കറക്റ്റ് ആയിരിക്കും. നമ്മളിത് ഈ കട്ടൻ കാപ്പി തിളപ്പിച്ച് വെച്ചില്ലേ, മൂടി വെച്ചേക്കുവാണ്. മണി 1:30 ആയിട്ടുള്ളൂ. ചൂടാറുമില്ല, സ്റ്റീലിന്റെ ആയതുകൊണ്ട്. ഇനി അഥവാ ചൂടാറിക്കഴിഞ്ഞാൽ ചെയ്യാൻ പോണത് സ്റ്റീലിന്റെ വലിയ സോസ്പാൻ എടുക്കും, 4-4:30 ആകുമ്പോഴത്തേക്കും. എന്നിട്ട് ആ സോസ്പാനിലേക്ക് കട്ടൻ കാപ്പി ആയതുകൊണ്ട് രണ്ടാമത് ചൂടാക്കിയാലും ടേസ്റ്റിന് വ്യത്യാസം വരില്ല. അപ്പൊ ഒരു സോസ്പാൻ എടുത്ത് നന്നായിട്ട് ചൂടാക്കി വെച്ച് ഇതിലേക്ക് തന്നെ വീണ്ടും ഒഴിക്കും. അപ്പൊ എന്നാന്ന് വെച്ചാൽ മിക്സ് ആയിട്ടിരിക്കുമ്പോ കറക്റ്റ് ചൂടായിട്ട് കിട്ടും. അപ്പൊ ചൂടാറാൻ സാധ്യത കുറവാണ് കേട്ടോ. പിന്നെ ഈ കപ്പ് വെച്ചേക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2ലും ഒരേ കപ്പ് വെച്ചിട്ടുണ്ട്. ഞാനായിരിക്കൂല ചിലപ്പോൾ ഒഴിക്കണത്, ചിലപ്പോൾ ഞാനായിരിക്കും ഒഴിക്കണത്. പിള്ളേരൊക്കെ ഇങ്ങനെ വരുമല്ലോ. അപ്പം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേ എല്ലാം അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ആ ട്രേയിലേക്ക് ഗ്ലാസ്സുകൾ നിരത്തി നമ്മൾ വെക്കും. നിരത്തി വെച്ചേച്ച് ഈ കപ്പ് കഴുകി ഉണക്കി നീറ്റാക്കി വെച്ചേക്കണതാ. ഇത് എങ്ങനെ ഇട്ട് എടുത്ത് വെച്ച് ഗ്ലാസ്സുകളിലേക്ക് കോരി ഒഴിച്ചൊഴിച്ച് കൊണ്ടുപോക്കോളും. ട്രെയിൽ വെച്ചപ്പോൾ സെറ്റായിട്ട് അവരങ്ങ് എടുത്തുകൊണ്ട് പോക്കോളും. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരൊഴിച്ച് അവർ കൊണ്ടുപോക്കോളും. നമ്മുടെ പിള്ളേരും ഉണ്ട്, പിന്നെ പള്ളിയിലെ പലരും ഉണ്ടല്ലോ, ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്തോളൂ. അപ്പം നമുക്ക് വിഷയമുള്ള കാര്യമല്ല, റെഡിയാക്കി വെച്ചാൽ മതി. അപ്പം അത് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ആ സംഗതികളൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം അന്നേരം പ്രേയർ കഴിയണ സമയമായിരിക്കും. പിള്ളേരൊക്കെ ഓടി ഇങ്ങനെ വരും, ഇതൊന്നും എടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെയായിരിക്കും സെർവ് ചെയ്യണേന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ പ്രസക്ത ഭാഗങ്ങളൊക്കെ ഇവള് വീഡിയോയിൽ എടുത്തോളും. അപ്പോൾ ഓക്കെ. ഈ പഴം ഇങ്ങനെ ഉണ്ടല്ലോ, കറക്റ്റ് സൈസ് നോക്കി ആ ട്രേയിൽ അറേഞ്ച് ചെയ്തതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അപ്പയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പ കാറ്റ് കൊള്ളുക. ഓ ഭയങ്കര ചൂട്. എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പ ഈ അറേഞ്ച്മെന്റുകളെല്ലാം അപ്പയാ ഇതൊക്കെ നിന്റെ. മൊത്തം എത്ര സീറ്റാ? 38. 7 ഇത് 2 വേറെ 39. എല്ലാം കൂടെ ചേർത്ത് 37. ആ ബാ പോരെ, ഇനി കുളിക്കാൻ പോവാ. ആ ചേട്ടന്മാർ ഇവിടെ കൊണ്ടുവന്നു. വാവ്, ഇതല്ല ദേ അവിടെ വേറെ നല്ല ഒന്നാന്തരം കിരിയുള്ള വടയാ. നല്ല ഒന്നാന്തരം ഉഴുന്നുവടയാണ്. കണ്ടാ തന്നെ അറിയാം ഇപ്പൊ ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു അല്ലേ? അതെ, അത് ചൂടാ. അതുകൊണ്ട് അവര് പറഞ്ഞു അടയ്ക്കരുത് കൂട്ടോ ചേച്ചി, തുറന്നു വെക്കണം എന്ന് പറഞ്ഞു, ആവിക്കൂന്ന് പറഞ്ഞു. നല്ല കറക്റ്റ്. നമ്മള് ഇത്തവണ വാങ്ങിച്ചത് നമ്മളെ നന്മ ചെന്നപ്പോ അവിടെ കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി അവിടെ എടുക്കണോളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് പുള്ളി പറഞ്ഞു ചേട്ടാ വേറെ അപ്പയോട് പറഞ്ഞു വേറെ എവിടെയെങ്കിലും നോക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അപ്പൻസിന്റെ അവിടെ നിന്നാണ് എടുത്തത്. അപ്പൻസ് പലഹാരക്കട. മലമ്പുരത്തിൽ അവർക്കൊരു ഷോപ്പുണ്ട്. ഒരു വടക്ക് 10 രൂപ കേട്ടോ. നമ്മൾ 70 വടയാ പറഞ്ഞിരുന്നത്. അപ്പൊ എന്നോട് കൊണ്ടുവന്ന വഴി പറഞ്ഞു ചേച്ചി ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു ടേസ്റ്റ് ചെയ്യണ്ട, അവിടെ നിന്ന് ഇടയ്ക്ക് പരിപ്പോടെയും ഉഴുന്നോടെയും മേടിച്ചോണ്ട് വന്നതാ. അപ്പൊ സൺഡേ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും അവര്. അപ്പൊ ഇവരിവിടെ ഉണ്ടല്ലോ, അപ്പൊ ഇവരോട് ഓർഡർ കൊടുത്തു. ഒന്നാന്തരം വടയാ. ഇനി പോയി മേല് കഴുകി ഡ്രസ്സ് മാറട്ടെ കേട്ടോ. ഓക്കേ. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച 3D മാറ്റാണ് കേട്ടോ, ചെമ്പരത്തി മാറ്റ്. ഈ മാറ്റ് ഇട്ടപ്പോൾ തന്നെ ഈ റൂമിൻ്റെ ശരിക്കും ആ ലുക്ക് തന്നെ മാറി. എന്ത് രസമാണെന്ന് നോക്കിയേ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സ്ലിപ്പൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ആൻറ്റി സ്ലിപ്പറി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നേരിട്ട് നോക്കുകയും ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങുകയും ചെയ്യാം. ഒരു കാർപ്പറ്റിൻ്റെ ഒക്കെ ഒരു ഫീൽ ഗുഡ് ലുക്കാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു റൂമിന് കാർപ്പറ്റ് വിരിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കര ലുക്കല്ലേ അതിന്. ഞാൻ ഉദ്ദേശിച്ച ഒരു കാർപ്പറ്റ് ഒരു റൂമിന് എത്രത്തോളം അപ്പിയറൻസ് ഭംഗിയാക്കുന്നോ ആ ഒരു മീനിങ്ങിലാണ് കേട്ടോ ഇത് ഉദ്ദേശിച്ചത്. അതേ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ, ഒരു PVC പോലെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് തെന്നാത്തത്. എന്തായാലും നല്ല രസമുണ്ട്. അപ്പയാണ് ഫൈനൽ അറേഞ്ച്മെന്റ്. വേറെ ഇവിടെ കാർട്ടൺ. ഇത് ഇരിക്കുന്നത് നമുക്ക് ആവശ്യാനുസരണം അതിലേക്ക് എടുത്തു വെച്ചാൽ മതി. 2 പ്ലേറ്റിൽ എടുത്തു വെച്ചു. പഴം ട്രെയിൽ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പം നമ്മുടെ അറേഞ്ച്മെന്റുകളെല്ലാം പൂർത്തിയായി. ഫുള്ളും നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ക്ലിപ്പിംഗ് എടുത്തിട്ടുള്ളൂ. കാരണം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുമ്പോഴേക്കും ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് എടുക്കാനും പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് അത് ബോറടിക്കുകയും ചെയ്യും. അപ്പോൾ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇതൊക്കെ കണ്ടോ, ചായക്കും കുടിവെള്ളത്തിനും ഒക്കെ സെപ്പറേറ്റ് ട്രേയും
വട സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രങ്ങളും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അച്ഛന്മാർക്ക് അവരുടെ ടേബിളിൽ കൊടുക്കാനായിട്ടുള്ള പഴവും വടയും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇതാണ് രണ്ടും ഒരുമിച്ച് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചതാണ്. പിന്നെ ദേ ഇവിടെ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ നേരത്തെ അമ്മ പറഞ്ഞ പോലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് കുടിവെള്ളം ഇരിപ്പുണ്ട്. ഓൾ സെറ്റാണ്. 4 മണിക്ക് മീറ്റിംഗ് തുടങ്ങും. 3 മണിയായി അമ്മ കുളിക്കാൻ പോയി, ഞാനും പോട്ടെ കേട്ടോ. പ്രാർത്ഥനയോടെയും വേദവായനയോടുകൂടിയും പ്രെയർ മീറ്റ് ആരംഭിച്ചു. പ്രെയർ മീറ്റ് നടത്തുമ്പോൾ ആ വീട്ടിലെ കുടുംബനാഥനാണ് സ്വാഗതം പറയുന്നത് കേട്ടോ. പ്രാർത്ഥനാ യോഗത്തിൻ്റെ ഏപ്രിൽ മാസത്തെ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ സംഗമം എൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തുവാൻ ഇടയായതിൽ ദൈവത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഇടവക സഹവികാരിയും നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനും നമുക്ക് ലീഡർഷിപ്പ് തരുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന സജോ തോമസ് അച്ഛനാണ്. അദ്ദേഹത്തെ ഹാർദപൂർവം ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മാത്യു കാഞ്ഞിരമ്പാറ അച്ഛനാണ്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന വളരെയേറെ അടുപ്പവും സ്നേഹവുമുള്ള ഒരു ബഹുമാന്യ വൈദികനാണ്. ഇന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. സാധാരണഗതിയിൽ ഞായറാഴ്ച ദിവസമൊക്കെ അച്ഛന്മാർക്ക് എപ്പോഴും തിരക്കായിരിക്കുമല്ലോ. എന്നാലും സമയമുണ്ടാക്കി ഈ മീറ്റിങ്ങിന് അച്ഛനിവിടെ എത്തിച്ചേർന്നതിന് അച്ഛനോട് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു, സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ സെൻറ്റ് പോൾസ് പ്രാർത്ഥനാ യോഗത്തിൻ്റെ ഭാരവാഹികൾ ശ്രീ സൂരജ്, ശ്രീമതി സുധാ മാത്യൂസ്, സോജൻ, അതുപോലെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ മുൻ ഭാരവാഹികൾ, നമ്മുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ എബിൻ പൊനോടത്ത്, ഇതിൻ്റെ ആദരണീയരായ മുൻ ഭാരവാഹികൾ, പള്ളി ഭരണസമിതിയിൽപ്പെട്ട അംഗങ്ങൾ, അവർക്കെല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ സഹോദര ഇടവകയിൽ നിന്ന് മിസ്റ്റർ റോയി കാടാപുറം എത്തിയിട്ടുണ്ട്. നമ്മുടെ മാന്തുരുത്തെ പള്ളി ഇടവകക്കാരനാണ്. അദ്ദേഹം നമ്മുടെ അയൽവാസിയാണ്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് ദീർഘനാളായിട്ട്. അപ്പോൾ അദ്ദേഹത്തെയും വളരെ ഹാർദപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ളത് നമ്മുടെ ഇടവക അംഗങ്ങളാണ്, നമ്മുടെ പ്രാർത്ഥനായോഗം അംഗങ്ങളാണ്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അത്ര സ്നേഹമായും അടുപ്പത്തോടും കൂടിയാണ് ഞാൻ അവരോട് ഇടപഴകുന്നത്, അവരെന്നോടും ഇടപഴകുന്നത്. അപ്പോൾ അവരുടെ മഹനീയ സാന്നിധ്യത്തിനും സഹകരണത്തിനും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം വളരെ ആദരപൂർവ്വം അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള കാര്യപരിപാടികൾക്കായി ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പയുടെ സ്വാഗത പ്രസംഗത്തിന് അച്ഛന്മാരുടെ ഭാഗത്തു നിന്നും വളരെ അപ്രിസിയേഷൻ കിട്ടുകയുണ്ടായി. ഓരോ കാര്യങ്ങളും മിസ്സാക്കാതെ പ്രത്യേകം നോട്ട് ചെയ്ത് വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്തതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അച്ഛൻ്റെ ആമുഖ സന്ദേശം കുറച്ച് സ്നാപ്സ് വന്ന വഴികൾ ഇന്നിന്റെ നൂല് കെട്ടി ഇന്നിന്റെ സൗഭാഗ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജീവിതത്തിൽ കുറെ സൗഭാഗ്യങ്ങൾ കിട്ടുമ്പോൾ നമ്മളെ കരം പിടിച്ചുയർത്തിയവരെയൊക്കെ തള്ളിപ്പറയുകയും അവരെ തള്ളിയിടുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഇന്നലകളില്ലാതെ ഇന്നുമില്ല നാളെയുമില്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ഇടവകയിലെ സഹവികാരി അച്ഛൻ്റെ അധ്യക്ഷ പ്രസംഗത്തിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ടതായ മൂല്യങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ബൈബിളുമായി കോട്ട് ചെയ്തിട്ട് അച്ഛൻ സംസാരിക്കുകയുണ്ടായി. ശേഷം വളരെ വാശിയേറിയ ബൈബിൾ ക്വിസായിരുന്നു. വളരെ വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനുള്ള ഒരു പ്രോഗ്രാമാണ് കേട്ടോ അത്. സി എം വർഗീസ് 2 മാർക്ക്, സിസിലി 3 മാർക്ക്. സോറി, ഞാൻ ആദ്യം സിസിലിയുടെ ആയിരുന്നു പറയേണ്ടിയിരുന്നത്. ക്വിസ് മാസ്റ്റർക്ക് 2 മാർക്ക്, റോയ് 1, ഫസ്റ്റ് ആനി ചേച്ചി 4 മാർക്ക്, ദെൻ സോജൻ 1 മാർക്ക്, സാബു 1 മാർക്ക്, മിസ്സിസ് സോജൻ 1 മാർക്ക്.
പ്രാവശ്യം ഇതുപോലെ ഒരു സെക്കൻഡ് ഉണ്ടായിരുന്നു പൈസ അല്ല അത് കൊണ്ടുവന്നിട്ടുണ്ട് അത് മേടിക്കണം. അങ്ങനെ പ്രെയർ മീറ്റ് അവസാനിച്ചു. ശേഷം കാപ്പിയും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ കഴിച്ച് നമ്മൾ പരസ്പരം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്, സ്നേഹാന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. ചേട്ടൻ അപ്പോൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും AC ചേട്ടൻ വിടുന്നില്ല, AC ഇപ്പോൾ വിടുന്നില്ല, കംപ്ലീറ്റ് AC-ലാണ് ഇപ്പോൾ. ആ പുറത്ത് ഇറങ്ങിയാൽ വലിയ കുഴപ്പമില്ല. അതല്ല എടുത്തു തരാം നമുക്കുള്ള ഒരു ഇതെന്നാ കുഴപ്പമെന്നറിയാം, നമ്മുടെ ഈ വീടുകളൊന്നും ഈ എയർ കട്ടിങ് അല്ല എയർ ഫ്ലോയുടെ ഇത് വെച്ചിട്ടല്ലോ അന്നത്തെ കാലത്ത് പ്ലാൻ ചെയ്യണത്. ഇത് ശരിക്കും പടിഞ്ഞാട്ടോ അല്ലെങ്കിൽ അതുപോലെ വല്ല രീതിയിലായിരുന്നെങ്കിൽ ആ കാറ്റ് നമുക്ക് ശരിക്കും കിട്ടി. ഇത് ശരിക്കും കാറ്റ് കട്ട് ചെയ്ത് തന്നെ നിൽക്കുക ഇതിനകത്ത്. പക്ഷെ മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ ഏഴ് മണിയായി. നമ്മുടെ പ്രെയർ മീറ്റ് എല്ലാം അവസാനിച്ചു കേട്ടോ. ദേ ഇനി ഇതെല്ലാം നമുക്ക് അടുക്കി പെറുക്കി വെക്കാനുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ദേ നോക്കിയേ, വട, നമ്മുടെ പൂവമ്പഴം ഒക്കെ കുറച്ച് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ കുറച്ചൊക്കെ കൊടുത്തയച്ചു വന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ. പിന്നെ ഇനിയുള്ളത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. വട അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, കണ്ടെയ്നറിൽ അങ്ങോട്ടൊക്കെ കൊടുത്തു. അതെ അതെ അതെ. കാപ്പി ഇച്ചിരി ഉണ്ടല്ലേ, അത് നമുക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ അവിടെ ഇച്ചിരി മട്ട് പോലെയുള്ളതേ ഉള്ളൂ. നല്ല കാപ്പിയായിരുന്നു, നല്ല കാപ്പിയായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഇറ്റ് വാസ് എ ഗുഡ് ഡേ. അതെ, എല്ലാം അടുക്കി പറക്കണമെന്നുള്ളൂ.